ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനിലെ ഓൾ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ബ്രെഡ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പാത്രത്തിൽ കുഴച്ച് വീത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചെറുതാക്കി മുറിച്ച 2 സവോള ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും 2 അല്ലി കറിവേപ്പില നല്ല ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ് മുറിച്ചതും ഒരു പിടി മല്ലിച്ചപ്പും ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി അടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് വേണ്ടിയത് ബ്രെഡാണ്. ഈ ബ്രെഡ് ഇനി കോൺ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിവിടെ കോൺ ഷേപ്പിൽ ബ്രെഡ് മുറിച്ചെടുക്കുന്നുണ്ട്. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായാൽ അതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുക. ഒരു ബ്രെഡ് എടുത്തിട്ട് ഈ കോഴിമുട്ടയിലേക്ക് മുക്കിയിട്ട് ഈ ബ്രെഡ് ചട്ടിയിലേക്ക് വെച്ച് 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കാം. ഇതിൻ്റെ മേലെ സവാള അതേപോലെ വെച്ച് കൊടുക്കണം. നമ്മൾ കോഴിമുട്ട മുക്കിയിട്ട് വെച്ചാൽ ഇതൊന്ന് ചെറുതായി ഇങ്ങനെ അമർത്തി കൊടുക്കണം. എന്നാലാണ് നമ്മൾ സവാളയും പച്ചമുളകൊക്കെ ഇട്ടത് ഈ ബ്രെഡും ഒന്ന് പ്രസ്സായി വരുള്ളൂ. കണ്ടില്ല, ഇതേപോലെ ചെയ്ത് എടുക്കണം. നമ്മുടെ ടേസ്റ്റിയായ ബ്രെഡ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. ബ്രെഡ് കിട്ടുമ്പോൾ എല്ലാവരും വീട്ടിൽ വന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരക്കും. ബൈ.